Good morning to all. Let us start today's class. Okay, so നമ്മൾ ഇന്നലെ കണ്ടത് marginal utility and total utility. Okay, the relationship. There is the two important utility concepts. The first one is the marginal utility concept. The next one is total utility concept. Okay, so whenever you are explaining the theoretical part of utility approach, we can explain it using the marginal utility and total utility tools. So these two tools, marginal utility and total utility, the connection between these two is very important to explain the entire utilitarian concept. Marginal utility approach എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ മാർജിനൽ യൂട്ടിലിറ്റി നമ്മൾ പറയണം, ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമുക്കതിന് ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ഉണ്ട്, മാത്തമാറ്റിക്കൽ ഉണ്ട്, നമ്മൾ അതിലേക്ക് എത്ര പോകണ്ട. ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് ഈ യൂട്ടിലിറ്റി അപ്രോച്ച് അവരുടെ തിയറി പറഞ്ഞ് നമ്മൾ കാണും. അതിന് മുമ്പ് തുടക്കത്തിൽ നമ്മൾ ഇന്നലെ കണ്ടാണ് ദർ ഈസ് എ മാർജിനൽ യൂട്ടിലിറ്റി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സോ വാട്ട് ഈസ് മാർജിനൽ എന്നുള്ളതാണ്. മാർജിനൽ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയാണ്. ഇതാണ് മാർജിനൽ. ഇതും മാർജിനലാണ്. ഏറ്റവും അവസാനത്തെ യൂണിറ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതാം, ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതാം. ഓക്കെ, ഏറ്റവും അവസാനത്തെ യൂണിറ്റ് കമ്മോഡിറ്റി, നമ്മളതിനെ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഒരു യൂണിറ്റ് നമ്മൾ മേടിച്ചപ്പോൾ നമുക്ക് എത്രമാത്രം യൂട്ടിലിറ്റി കൂടുതൽ കിട്ടി അല്ലെങ്കിൽ കുറച്ച് കിട്ടി. സോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി യു കൺസ്യൂംഡ്. ഓക്കെ, ആസ് എ റിസൾട്ട് ഹൗ മച്ച് യൂട്ടിലിറ്റി യു ഒബ്റ്റെയിൻഡ് ഓക്കെ ഫ്രം ദിസ് യൂണിറ്റ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് നമ്മൾ ഡെൽ യു ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി യു കൺസ്യൂംഡ്. അതാണ് അതിൻ്റെ ഒരർത്ഥം. ആ പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താ? ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ദാറ്റ് ഈസ് കോൾഡ് മാർജിനൽ യൂട്ടിലിറ്റി. മനസ്സിലായല്ലോ? അത് നമ്മൾ മലയാളത്തിൽ വളരെ ഫ്രീ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എത്രമാത്രം ഇത് ചേഞ്ചാണ് യൂട്ടിലിറ്റി, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി, എത്രമാത്രം യൂട്ടിലിറ്റി നമുക്ക് കിട്ടി, എന്തിൻ്റെ ഫലമായിട്ട് നമ്മൾ ഈ അഡീഷണൽ ഒരു യൂണിറ്റ് കമ്മോഡിറ്റി കഴിച്ചതിൻ്റെ പേര്. മനസ്സിലായല്ലോ? അതാണ്. സോ ദിസ് ഈസ് കോൾഡ് മാർജിനൽ എന്ന ലാസ്റ്റ് യൂട്ടിലിറ്റി ആയതുകൊണ്ട് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു യൂണിറ്റ് ചേഞ്ചാണ് ഇത്. അതിൻ്റെ വേറൊരു ഭാവം, ഒരു യൂണിറ്റ് കമ്മോഡിറ്റി നമ്മൾ കൂടുതൽ മേടിച്ചു, അപ്പോൾ നമുക്ക് എത്രമാത്രം യൂട്ടിലിറ്റി കിട്ടി. ചിലപ്പോൾ 2 യൂട്ടിലിറ്റി കിട്ടി, കൂടുതൽ കിട്ടി കാണും. ചിലപ്പോൾ 3 യൂട്ടിലിറ്റി കൂടുതൽ കിട്ടി കാണും. പക്ഷേ നമ്മൾ ഇവിടെ എപ്പോഴും ഒന്നാണ് പറയുന്നത്, കാരണം ഓരോ യൂണിറ്റ് ആണല്ലോ. നമ്മൾ അര ആപ്പിളോ 3/4 ആപ്പിളോ അല്ലല്ലോ, ഒരാപ്പിളാണല്ലോ. അപ്പോൾ ഒരാപ്പിൾ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് അല്ലെങ്കിൽ 1/2 കിലോ മുന്തിരി, അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് നമ്മളിവിടെ മാംഗോസാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ മാംഗോസും കൂടുതൽ കഴിക്കുമ്പോൾ അപ്പോൾ ഈ മാംഗോസ് എന്തായിരിക്കും? 1 ആയിരിക്കും. മുകളിൽ എന്തായിരിക്കും? മുകളിൽ ചിലപ്പം വേണമെങ്കിൽ എത്രയായിരിക്കും? ആദ്യത്തേത് 15 ആയിരിക്കും. ഒന്നുകൂടെ ഇങ്ങോട്ട് മാറി, ആദ്യത്തേത് ഒരു സെക്കൻഡ്. ഓക്കെ, ആദ്യത്തേത് 15 ആയിരിക്കും. രണ്ടാമത്തേത് എത്രയായിരിക്കും? 12 ആയിരിക്കും. എല്ലാം ഒരു യൂണിറ്റ് മാത്രം നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യുക. മൂന്നാമത്തേന് 10 കിട്ടി കാണുള്ളൂ. നാലാമത്തേന് 8 കിട്ടി കാണുള്ളൂ. 1. അടുത്തതിന് എത്രയാണ്? 5 കിട്ടി കാണുള്ളൂ. അടുത്തതിന് 2 കിട്ടി കാണുള്ളൂ. അടുത്തതിന് 0 ആയിരിക്കും കിട്ടിയത്. അടുത്തതിന് -2 ആയിരിക്കും കിട്ടിയത്. അപ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുക, കണ്ടില്ലേ? യൂട്ടിലിറ്റി ആദ്യമേ 15 ഡിവൈഡ് ബൈ 1 15. ഇവിടെ എത്രയാണ്? 12. ഇവിടെ എത്രയാണ്? 10. ഇവിടെ എത്രയാണ്? 8. ഇവിടെ എത്രയാണ്? 5 2 0. ഇതെത്രയാണ്? -2. ഈ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും അവസാനത്തെ യൂണിറ്റിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ വേറൊരു ശരിക്കും ടേബിളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ -20 ഉണ്ട്. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള, അല്ല ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ളൊരു ടേബിളാണ് പറഞ്ഞത്. ഇങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സോ അതിനെ നമ്മൾ മാത്തമാറ്റിക്കൽ എഴുതുമ്പോഴത്തേക്കും ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ കമ്മോഡിറ്റി യു കൺസ്യൂംഡ്, ഇത് നമ്മൾ 1 ആയിട്ട് കൂട്ടുക. അപ്പോൾ ഇത് എത്രമാത്രം? സോ മുകളിൽ കിടക്കുന്നത് ചേഞ്ച് ചെയ്യുക. എന്ത് ചേഞ്ച് ചെയ്യുന്നത് കാരണം? അടി കിടക്കുന്നത് ചേഞ്ച് ചെയ്യുന്നത് കാരണം. മനസ്സിലായോ? ഇതാണ് ഈ ഡിഫറൻസിയേഷൻ്റെ ഒരർത്ഥം. അതാണ്. അങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. ഒരു ഡയഗ്രാം എങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, ഒരു ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഫോർ യു. okay, when you consumed an additional unit of what the quantity of that particular commodity. So this changes because of the change in this item. So that we always explain what we can say change. This is the change. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കാതിരിക്കുകയാണെങ്കിൽ നമ്മളൊരു 35 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രദ്ധയൊക്കെ പോകും. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ സ്വാഭാവികമാണെങ്കിൽ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും 25 മിനിറ്റ് കൂടുതൽ ശ്രദ്ധിക്കാൻ ഭയങ്കര പാടാന്നൊക്കെ പറയുന്നത്.
അപ്പോൾ നമ്മൾ 35 മിനിറ്റ് കഴിയുമ്പോൾ ആദ്യമേ നമ്മൾ തുടക്കം ഭയങ്കര നമ്മുടെ ശ്രദ്ധ എന്താ നമ്മുടെ ലിസണിങ് കപ്പാസിറ്റി എന്ന് പറയും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് എടുക്കും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ചേഞ്ച് ഇൻ ടൈമാണ് ഭയങ്കര കൂടുതലായിരിക്കും. അത് വേണമെങ്കിൽ ഒരു ലിസണിങ് കപ്പാസിറ്റി 90 ആയിരിക്കും. ഇച്ചോടെ കഴിയുമ്പം ഇത് അടുത്ത 10 മിനിറ്റ് ആകുമ്പോൾ ലിസണിങ് കപ്പാസിറ്റി എത്രയാവും? അത് 80 ആയിരിക്കും ചേഞ്ച് ഇൻ ടൈം. വിത്ത് എത്രയാണ്? അത് 50 ആയിരിക്കും. പിന്നെ ഇങ്ങനെ ഏറ്റവും അവസാനം നമുക്ക് ഒരു ശ്രദ്ധയില്ലെന്ന് വരും. അങ്ങനെ ഒരു നിർബന്ധമൊന്നുമില്ല. 1 മണിക്കൂറൊക്കെ നമുക്ക് യാതൊരു കുഴപ്പമില്ലാതെ ലിസൺ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഉത്സാഹിച്ചാൽ നമുക്ക് ലിസൺ ചെയ്യാൻ പറ്റും. അത് വേറൊരു കാര്യം. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ കാണുന്നത് എന്നാ അറിയോ, ഈ മാർജിനൽ എന്നുള്ള കോൺസെപ്റ്റ് പഠിക്കണമെങ്കിലേ ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്തോട്ടെ. മാർജിനൽ കോൺസെപ്റ്റ് പഠിക്കുമ്പോഴേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. സോ ഇത് നമ്മൾ ഇടയ്ക്ക് കാണും. ഇനി ഒരു സെക്കൻഡേ. ഓക്കെ, സോ വി ആർ കമ്മിങ് ബാക്ക്. നമ്മൾ ഈ കോൺസെപ്റ്റിനെ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി കൺസ്യൂംഡ് ഓഫ് ദാറ്റ് കമ്മോഡിറ്റി. ഓക്കെ, അപ്പോൾ ഇതൊന്നാം മാർജിനൽ. ഓരോ യൂണിറ്റും നമ്മളിങ്ങനെ കൂടുതൽ കഴിക്കുമ്പോൾ ഈ യുവിന് എത്ര സംഭവിക്കുന്നു, യു അങ്ങനെ ചേഞ്ച് ചെയ്യും. അതാണ് ഈ മാർജിനൽ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞതാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യാവുന്ന കേസുള്ളൂ കേട്ടോ. അപ്പം കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ടെക്നിക്കലായിട്ട് പറഞ്ഞു തരുന്ന. ഇപ്പം നമുക്കിവിടെ നോക്കുവാണെങ്കിൽ ഇത് നോക്കുക. ഒന്നാമത്തെ യൂണിറ്റിന് 100, ഒന്നാമത്തെ യൂണിറ്റിന് 100 കിട്ടി, രണ്ടാമത്തെ യൂണിറ്റിന് 80 കിട്ടി, മൂന്നാമത്തെ യൂണിറ്റിന് 60 കിട്ടി, നാലാമത്തെ യൂണിറ്റിന് 40 കിട്ടി. ശരിയല്ലേ? സോ വാട്ട് വി ക്യാൻ സേ ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി യു ആണേ, ഞാൻ മാറ്റിയിടാം. ഓക്കെ, ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി യു കൺസ്യൂംഡ് ഈസ് പോസിറ്റീവ്. ഓക്കെ, 100 ഈസ് പോസിറ്റീവ്, 80 ഈസ് പോസിറ്റീവ്, 60 ഈസ് പോസിറ്റീവ്, 40 ഈസ് പോസിറ്റീവ്. ബട്ട് when you come here, when you consume the 5th unit, the change in utility due to the change in the quantity you consumed becomes 0. Isn't it 0? It is 0. Here it is greater than 0. What is greater than 0? Greater than 0 is what we can say. Greater than 0 is what പോസിറ്റീവാണ് നമ്മൾ പറഞ്ഞു. മാർജിനൽ യൂട്ടിലിറ്റി പോസിറ്റീവാണ്. അപ്പം ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് മാർജിനൽ യൂട്ടിലിറ്റി അല്ലേ? അതല്ലേ, കാരണം നമ്മൾ ഏറ്റവും അവസാനത്തെ യൂണിറ്റ് കൺസ്യൂം ചെയ്തു. ഓരോ യൂണിറ്റും നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് നമ്മളിവിടെ എഴുതുവാണ്. അമ്പത്തേക്ക് അതിന് നമുക്കുള്ള യൂട്ടിലിറ്റി ഇത് ഇവിടെ എഴുതുവാണെങ്കിൽ അപ്പോൾ അതാണുള്ള മാർജിൻ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ആ മാർജിൻ യൂട്ടിലിറ്റി ഇവിടെയൊക്കെ എങ്ങനെയാണ്? പോസിറ്റീവ്. ആ പോസിറ്റീവ് എന്ന് നമ്മൾ ചുമ്മാ എഴുതുമ്പം പോസിറ്റീവ് ഇങ്ങനെ എഴുതുന്ന കാര്യമില്ല. ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇട്ടാണ്. ഓക്കെ, ശരിയല്ലേ? ഇറ്റ്സ് വെരി ഫൈൻ. ഇവിടെ നമ്മൾ വരുമ്പോഴത്തേക്കും അത് 0യാണ്. ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി യു കൺസ്യൂംഡ് becomes 0. Here it is 0. I am very sorry. Here it is 0. And what is here? നമുക്ക് പറയാൻ പറ്റും അല്ലേ? ചേഞ്ച് ഇൻ യൂട്ടിലിറ്റി ഡ്യൂ ടു എ ചേഞ്ച് ഇൻ ദി ക്വാണ്ടിറ്റി യു കൺസ്യൂംഡ് becomes what we can say? It becomes negative. How we can express negative? This is negative. Okay. So here we are identifying 3 phases of marginal utility. Remember 3 phases of marginal utility. One second, I delete it. Okay, let us come back. 3 phases of marginal utility where the utility due to the consumption of an additional quantity of the commodity is what we can say is greater than 0 or it is positive. It is positive. 100 is positive, 80, 60, 40 all. Okay, here change in utility due to change in quantity consumed becomes 0. Here change in utility due to change in quantity consumed becomes is less than 0, is or negative. Okay, so these are the 3 phases of marginal utility. 3 phases of marginal utility when you consume a particular commodity again and again. Okay, here marginal utility is what we can say positive. Here marginal utility is what we can say it becomes 0. Here marginal utility becomes what we can say it becomes negative. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആ മാർജിനൽ യൂട്ടിലിറ്റി തിയറി നമ്മളോട് ഒരു കാര്യം പറഞ്ഞിരുന്നത്. നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ കൂടുതലും മയങ്ക കഴിക്കും തോറും നമുക്ക് അതിന് യൂട്ടിലിറ്റി കൂടും. ശരിക്കും പറഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. 100, 80, 60, 40 കുറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും പോസിറ്റീവ് ആയിരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്ത് 0 ആവും. ത്രൂ ഔട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിലായല്ലോ? മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇവിടെ പോസിറ്റീവാണ്. ഇവിടെ വരുമ്പം 0 ആണ്, ഇവിടെ ആകുമ്പം നെഗറ്റീവാണ്. ത്രൂ ഔട്ട് എങ്ങനെയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഭയങ്കര കണക്ഷൻ ഉണ്ട്. കാരണം നമുക്കറിയാലോ ഈ ടോട്ടൽ യൂട്ടിലിറ്റി ഈസ് ദ അഡീഷൻ ഓഫ് മാർജിനൽ യൂട്ടിലിറ്റി ടു എവറി യൂണിറ്റ്. ഓക്കെ, നമ്മൾ 100 ഇവിടെ നമ്മൾ എടുത്തിട്ടു, 100 + 80 ഇത് നമ്മളിവിടെ ഇത് ഇങ്ങോട്ടിട്ടു. ഈ അതുപോലെ തന്നെ 180 + 60 ഇതെടുത്തിട്ടു,
240 പ്ലസ് 40 ഇങ്ങോട്ട് എടുത്തിട്ട് 280 പ്ലസ് 0 280 മൈനസ് 20 260 ഇങ്ങനെയാണ്. അപ്പോൾ ഇതിനോട് ഇത് ആഡ് ചെയ്യുക, മനസ്സിലായല്ലോ, ഇങ്ങനെ ആഡ് ചെയ്ത് വരും. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റിയിൽ നിലവിലുള്ള ടോട്ടൽ യൂട്ടിലിറ്റി നമ്മൾ ഓരോ പ്രാവശ്യം മാർജിനൽ യൂട്ടിലിറ്റി ആഡ് ചെയ്തുകൊണ്ടിരിക്കും, ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യും തോറും. ഓക്കെ, സോ ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ടോട്ടൽ യൂട്ടിലിറ്റി ആൻഡ് മാർജിനൽ യൂട്ടിലിറ്റി. ദർ ഇസ് എ കണക്ഷൻ, അത് നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആണല്ലോ. ദർ ഇസ് എ കണക്ഷൻ ബിറ്റ്വീൻ ദീസ് ടു. ഇനി നമുക്കതെങ്ങനെയാണ് എന്താണ് ഡയഗ്രത്തിൽ വരുന്നത്, നമ്മൾ ഈ ടേബിൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഈ ടേബിളിൻ്റെ അകത്തെ നമ്മൾ എന്താണെന്നറിയോ, ഇവിടെ നമ്മൾ ഈ ടേബിൾ നിങ്ങൾ 1 2 3 4 5 6 പരീക്ഷയ്ക്ക് ഇങ്ങനെ യൂണിറ്റ് ഇടുക. എന്നിട്ട് എന്താ അറിയാം, 100 80 60 40 0 ഈ 100 ഇവിടെ, എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി ഇട്ടാൽ മതി. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഒരു 2 ഡാറ്റ, ഇത് നമുക്കൊന്ന് അറിയാലോ, നമ്മൾ 100 തുടങ്ങുന്നു, ഇത് 80 20 വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് കുറയ്ക്കുന്നു. നമുക്കിത് ഈ ടേബിൾ ജനറേറ്റ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമ്മൾ പഠിച്ചൊന്നും വെക്കണ്ട, നമ്മൾ അതിൻ്റെ ടെക്നിക്ക് ഓർത്തിരുന്നാൽ ഇറ്റ്സ് വെരി ഫൈൻ. So okay, no complexity difficulty at all. So from the table the total utility curve and marginal utility curve also can be drawn. So that is our next task, how we can explain this marginal utility concept through a diagram. Okay, we explained it through what we can say with the help of a table, and what we can say the remaining part we can explain in literal terms, നമുക്ക് വാക്യത്തിൽ പറയാൻ പറ്റും, but simultaneously you should explain in terms of diagram. So we are going to do that. The total utility curve shows the relationship between the consumption of the commodity and the utility derived from it. As per the diagram, the total utility of consumer goes up initially, reaches maximum and then declines. അപ്പോൾ ഈ ഡയഗ്രാം പറയാതെ തന്നെ നമുക്കറിയാലോ എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി 100 150 240 250 കൂടുന്നു. ത്രൂ ഔട്ട് ടോട്ടൽ യൂട്ടിലിറ്റി ഇൻക്രീസസ്. ഹിയർ ഇറ്റ് ബിക്കംസ് കോൺസ്റ്റൻറ്റ്. ഹിയർ ടോട്ടൽ യൂട്ടിലിറ്റി കംസ് ഡൗൺ. ശരിയല്ലേ, 60 യൂണിറ്റ് വന്നപ്പോഴത്തേക്ക് ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞു. ഇവിടെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി ത്രൂ ഔട്ട് കൂടിക്കൊണ്ടിരിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി ത്രൂ ഔട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക, അത് വേറെ കാര്യം. ഓക്കെ, സോ ഇവിടെ വരെ ടോട്ടൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടിരിക്കും, ഇവിടെ വരുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻറ്റ്, ഇവിടെ വരുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങനെയായിരിക്കും ടോട്ടൽ യൂട്ടിലിറ്റി നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുക. എന്താണ് 250 ഇങ്ങനെയൊക്കെയാണല്ലോ, ഇവിടെ 100 ശരിയല്ലേ, 100 ഇങ്ങോട്ട് മാറ്റിയേക്കാം, ഇവിടെ എത്രയാണ് ഒരു 300, അങ്ങനെ 250 ഇവിടെ 250. അപ്പോൾ നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുകയാണെങ്കിൽ ഇവിടെ എത്രയാണ് 1 2 3 4 5 6 യൂണിറ്റ് നമ്മൾ കൺസ്യൂം ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിനെ രണ്ടും കൂടെ ഒരു കറസ്പോണ്ടിങ് ഡയഗ്രം ഉണ്ടെങ്കിൽ 280 വരുമ്പോൾ 4 വരുമ്പോൾ 250 ഇവിടെ നമ്മൾ വരച്ചു. 250 എവിടെ വെക്കണ്ടേ, ഇവിടെ 250 നോക്കാം കേട്ടോ, 280 ഇവിടെ വരച്ചു. ഓക്കെ, നമ്മൾ പോയിൻ്റ് ഇടുവാണെങ്കിൽ വരച്ചില്ല. പിന്നെ നമ്മൾ അടുത്തത് എന്താണ് 260 പിന്നെയും വരച്ചു. ഇത് 250 ഇതാണെങ്കിൽ 260 ഇങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, ഇവിടെ 260 വെച്ചു. അപ്പോൾ അത്ര 6 260 വീഴുന്നത് ഉണ്ടാ, ഇങ്ങനെ ഒരു ഡയഗ്രം ഉണ്ട്. ശരിക്കും ഇവിടെ വരുമ്പം അതുപോലെ 1 100 1 100 ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് 2 എന്ന് പറയുന്നത് 80 2 80 150 ഇവിടെ വെച്ചു. ഓക്കെ, ഇനി നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ കിട്ടും. ഇനി നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പേരിടും. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ഇൻ വിച്ച് യു ക്യാൻ ഗെറ്റ് എ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് ഔട്ട് ഓഫ് ദിസ് total utility table, so or this utility schedule utility table. ഓക്കെ, അപ്പോൾ സിമിലർലി നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റിയും കിട്ടും. ഇങ്ങനെ ഓരോന്നും 100 ഉണ്ടാവും, ഇവിടെ നമ്മൾ 100 ഇവിടെയാണെന്നൊക്കെ വിചാരിക്കാം കേട്ടോ. 100 60 80 അങ്ങ് പോട്ടെ 40 അങ്ങനെ. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും, ഇവിടെ 100 150 വരുമ്പോഴല്ലോ ഇത് 0 ആയിരിക്കണം കണ്ടോ, ഇവിടെ 0 ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരൊറ്റ ഡയഗ്രം ഉണ്ട്, 0 ആയിരിക്കണം. അപ്പോൾ ഇത് മാർജിനൽ യൂട്ടിലിറ്റി അതങ്ങനെ കിട്ടുന്നത് ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് ഇവിടെ വരുമ്പോൾ 20 ഇവിടെ വരുമ്പോൾ 0 ശരിയല്ലേ. ഇത് 250 ആകുമ്പോഴത്തേക്കും ഈ മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ വന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യണം. അതുകൊണ്ട് നമുക്ക് ഡയഗ്രത്തിൽ പറയാം, ഞാനിങ്ങനെ വരയ്ക്കുന്നതിനേക്കാൾ നല്ല നിങ്ങൾക്ക് അവിടെ പിടിയിട്ടും ഞാൻ ജസ്റ്റ് അത് പറഞ്ഞുതരാം. ഓക്കെ, so total utility curve shows the relation between consumption of the commodity that we have already explained. Remember, total utility increases. ഇപ്പോൾ പഴയ ഫിഗേഴ്സ് ഒന്നും ഇവിടെ കാണില്ല കേട്ടോ, ഡയഗ്രാം മാത്രമേ ഉള്ളൂ. total utility increases. It reaches how much? 280. When you are consuming how much unit? 60 unit or 50 unit. Okay, so then total utility decreases with the additional unit of the consumption. That is about the total utility curve. Okay, then there is one important mathematical point that you should understand about the relationship between total and marginal. Not just about the total utility and marginal utility. Comments പഠിക്കുന്ന കുട്ടികൾ ടോട്ടൽ കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ് പഠിച്ചിട്ട് കാണും. ടോട്ടൽ പ്രൊഡക്റ്റ് ചിലപ്പോൾ അവർ കേട്ട് കാണും മാർജിനൽ പ്രൊഡക്റ്റ്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ടോട്ടൽ ആൻഡ് മാർജിനൽ? The mathematical relation is that marginal is the slope of total. ഒന്നാണ് ഞാൻ പറയാം, എന്താണ് മാർജിനൽ ഈസ് ദ സ്ലോപ്പ് ഓഫ് ദി ടോട്ടൽ. സ്ലോപ്പ് എന്ന് ഞാൻ ടാൻ തീറ്റ എന്ന് പറയും. ഈസ് ഇക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയും. ചുമ്മാ ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ, പരീക്ഷയ്ക്കുള്ള കാര്യങ്ങളൊന്നുമല്ല. നിങ്ങളൊരു
റെയിൽവേയുടെ എക്സാം പോയാലും ഈ ചോദ്യങ്ങൾ ചോദിക്കും. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓപ്പോസിറ്റ് സൈഡ് ബൈ വാട്ട് അഡ്ജസൻറ്റ് സൈഡ്. പേടിക്കൊന്നും വേണ്ട, ഓടിയേക്കരുത്. ഇത് ചെറിയ സംഭവമൊക്കെ ഉള്ളൂ, അല്ല ഭയങ്കര സംഭവങ്ങളൊന്നുമില്ല. കണക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓടിക്കഴിഞ്ഞാൽ തന്നെ ശരിയാവില്ല. നിങ്ങൾ കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുട്ടികൾക്ക് കണക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. കുട്ടികൾ പറയും അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയത്തില്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ബേസിക് ഇച്ചിരിയൊക്കെ അറിയുന്നതിൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ, ഇതാണ് സംഭവം. ഈ ടോട്ടൽ ഞാൻ പറഞ്ഞതെന്നറിയോ, ഒന്നുകൂടെ പറയാം. അതായത് മാർജിനൽ ഈസ് ദ സ്ലോപ്പ് ഓഫ് വാട്ട് ടോട്ടൽ. മനസ്സിലായല്ലോ? മാർജിനൽ സ്ലോപ്പ് ഓഫ്. അപ്പം മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ സ്ലോപ്പ് ഓഫ് വാട്ട്? ആലോചിച്ച് പറഞ്ഞേ, ടോട്ടൽ യൂട്ടിലിറ്റി. ഞാൻ സ്ലോപ്പ് അളക്കുക. സ്ലോപ്പ് ഞാൻ പറയാം എന്താണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചെരുവുന്ന. മലയാളത്തിൽ പിടിക്കുകയാണെങ്കിൽ ഭയങ്കര ഈസിയായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളൊക്കെ. ഇവിടെ ചെരുവ് എത്രയാണ്? അയ്യോ, ആ ചെരുവ് അതിൻ്റെ കാര്യം ഞാൻ ഉദ്ദേശിച്ചില്ല. ഇതിങ്ങനെ നമ്മളവരുടെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ചെരുവ് എത്രയാണ്? ഇവിടെ ചെരുവ് ഇവിടുന്ന് നമ്മൾ നോക്കുമ്പോഴേ ഇവിടെ ചെരുവ് കുത്തനെയല്ലേ. ചെരുവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലോപ്പ് ഇൻഫിനിറ്റാണ്. ഇതിന് ചെരുവ് ഇച്ചിടെ കുറവാണ്, ഇതിന് ചെരുവ് ഇച്ചിടെ കുറവാണ്, ഇതിന് ചെരുവ് ഇച്ചിടെ കുറവാണ്, ഇതിന് ചെരുവ് ഇച്ചിടെ കുറവാണ്. ഇവിടെ ചെരുവ് 0യാണ്. ഇവിടെ സ്ലോപ്പ് എന്താണ്? 0യാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഇതിന് ചെരുവുണ്ടോ? ഇല്ല. വെള്ളം ഇവിടെ ഒഴിച്ചാൽ വെള്ളം അവിടെ തന്നെ കിടക്കും. ഇവിടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ വെള്ളം താഴോട്ട് വരും. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഇൻഫിനിറ്റാണ്. സോ വെൻ യു കം from this line to this line to this ultimate line, the slope declines becomes 0. So here the slope is infinity. So that is the way in which you can understand the slope. And I am reproducing that concept in this diagram called total utility. This is a total utility. നമ്മൾ പറഞ്ഞ അല്ലേ, 80, 100, 200, 150, 250, 250, പിന്നെ 2 പ്രാവശ്യം 250, പിന്നെ 260, ഇങ്ങനെ അങ്ങ് പോവാം. ഓക്കെ, സോ അങ്ങനെ അങ്ങ് പോകുമ്പം ഇതിൻ്റെ സ്ലോപ്പിന് എന്ത് സംഭവിക്കുന്നു നമ്മളിവിടെ പഠിക്കേണ്ടത്. സ്ലോപ്പ് ഞാൻ അളക്കുക. ഇതുണ്ടോ? ഇതാണ് മാക്സിമം സ്ലോപ്പ്. ഇതെങ്ങനെയാണ്? സ്ലോപ്പ് 0. ഞാൻ ഒരു കാര്യം ചോദിച്ചു, ഈ സ്ലോപ്പ് നമ്മൾ ആക്കാൻ വേണ്ടി ഇവിടെ ഒരു കുത്തിടുക, അവിടെ ഒരു വരയിടുക, അതായിരിക്കും എൻ്റെ സ്ലോപ്പ്. ഇതിൻ്റെ സ്ലോപ്പ് എങ്ങനെയുണ്ട്? ഇത്രയുണ്ട്. എത്രയാണെന്ന് ചോദിക്കുന്നത്? ഇത്രയുണ്ട്. ഇതിൻ്റെ സ്ലോപ്പോ ഇത്രയേ ഉള്ളൂ, ഇത്രയുണ്ട് അല്ലേ. ഇവിടെയാണോ സ്ലോപ്പ് കൂടുതൽ? ഇവിടെ അല്ലേ സ്ലോപ്പ് കൂടുതൽ? ചെരുവ് കൂടുതൽ ഇവിടെയാണ്. ഇവിടെ ഇച്ചിരി ചെരുവ് കുറവല്ലേ, സോ സ്ലോപ്പ് കുറവ്. ഇവിടെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ അല്ല അതിൻ്റെ സ്ലോപ്പ്. ഇവിടെയാണോ സ്ലോപ്പ് കൂടുതൽ? ഇവിടെ സ്ലോപ്പ് കൂടുതൽ. സോ ഇവിടെ സ്ലോപ്പ് കൂടുതൽ, അത്ര പിന്നെ സ്ലോപ്പ് കുറയുന്നു. ഇവിടെ പിന്നെയും സ്ലോപ്പ് കുറയുന്നു. ഇവിടെ വരുമ്പോൾ സ്ലോപ്പ് പിന്നെയും കുറയുന്നു. ഇവിടെ വരുമ്പോൾ സ്ലോപ്പ് ഇവിടെ കുത്തിടണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ ആ സ്ലോപ്പ് കണ്ടെത്തുന്നത്. സ്ലോപ്പ് 0യാണ്. സ്ലോപ്പ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ സ്ലോപ്പ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പം ടോട്ടൽ യൂട്ടിലിറ്റി സ്ലോപ്പ് 0 എന്ന് പറഞ്ഞാൽ എന്ത് 0യാണ്? മാർജിനൽ യൂട്ടിലിറ്റി 0 എന്നാണ് അല്ലേ? അതെ, മനസ്സിലായല്ലോ. So all through this line, this TU curve, the slope of the total utility decreases. ഇത് ഭയങ്കര കൂടുതൽ സ്ലോപ്പ്, ഇത് ഇച്ചിരി കൂടുതൽ കുറവ്, ഇത് ഇച്ചിരി കുറവ്, ഇത് ഇച്ചിരി കുറവ്, ഇത് ഇച്ചിരി കുറവ്. 0 ആയില്ലല്ലേ, ഇവിടെ 0. സോ ഈ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നമ്മളിങ്ങോട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക. സോ വാട്ട് ആക്ച്വലി ഡിക്ലൈൻസ് മാർജിനൽ യൂട്ടിലിറ്റി. ഞാൻ ഫോണൊന്നും എടുത്തോട്ടെ, ഞാൻ ഒരു സെക്കൻഡ്. അപ്പോൾ നമ്മളിത് പറഞ്ഞാൽ അറിയാം, ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കേസാണ്. ഞാനിത് ബാക്കിയും കൂടെ ഒന്ന് കംപ്ലീറ്റ് ആയിക്കോട്ടെ. ഓക്കെ, സോ ദിസ് ഈസ് ദ വാട്ട് വി ക്യാൻ സേ ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ഓക്കെ, വി ക്യാൻ സീ ദി ടോട്ടൽ യൂട്ടിലിറ്റി കർവ്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ സ്ലോപ്പ് ഓഫ് വാട്ട് വി ക്യാൻ സേ ദി ടോട്ടൽ യൂട്ടിലിറ്റി. ഇതുകൊണ്ട് സ്ലോപ്പ്, ഇത് മാർജിനൽ യൂട്ടിലിറ്റി എന്നാൽ കുറയുക, ശരിയല്ലേ? ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് 0 ആകുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ സ്ലോപ്പ് ഓഫ് total utility. Marginal utility is the slope of what we can say total utility. ഒരു സെക്കൻഡ്. ഓക്കെ ഞാൻ വൺസ് മോർ റിപ്പീറ്റ് ചെയ്യാം. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ദ സ്ലോപ്പ് ഓഫ് ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക, ഇവിടെ സ്ലോപ്പ് കുറഞ്ഞുകൊണ്ടിരിക്കുക, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് 0 ആവും, മാർജിനൽ യൂട്ടിലിറ്റി 0 ആവും. ടോട്ടൽ യൂട്ടിലിറ്റിയുടെ സ്ലോപ്പ് നെഗറ്റീവ് ആവും, മാർജിനൽ യൂട്ടിലിറ്റി നെഗറ്റീവ് ആവും. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പടം വരയ്ക്കുമ്പോഴത്തേക്കും, ചിത്രം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ്, ഒരു സെക്കൻഡ് ഞാൻ ഡിലീറ്റ് ചെയ്യട്ടെ. ഇങ്ങനെ ആയിരിക്കണം ചിത്രം വരയ്ക്കേണ്ടത്. ഓക്കെ, ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ, ടോട്ടൽ യൂട്ടിലിറ്റി ഇവിടെ ഒരു മാക്സിമം രേഖപ്പെടുത്തുക. ടോട്ടൽ യൂട്ടിലിറ്റി നമ്മളിങ്ങനെ വരച്ചു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ പോയിൻ്റായിട്ട് വരുത്തുക. ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആവും. എന്നിട്ട് ഇങ്ങനെ വരയ്ക്കുക. Okay, so everything became very simple.
ഇങ്ങനെ പടം വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കര വരയ്ക്കാൻ എളുപ്പം. ടോട്ടൽ യൂട്ടിലിറ്റി, മാർജിനാലിറ്റി. ഇവിടെ നമ്മൾ എന്തെടുപ്പെടുത്തും? ക്വാണ്ടിറ്റി. ഇവിടെയും സെയിം ഐറ്റം ആയിരിക്കും. ഏത്? ക്വാണ്ടിറ്റി. ഇത് ടു ടയർ ഡയഗ്രത്തിൻ്റെ ഇങ്ങനെ വെർട്ടിക്കലാണെങ്കിൽ ഇവിടെ ഈ എക്സ് ആക്സിസ് രണ്ടിടത്തും ഒരുപോലെ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റി രേഖപ്പെടുത്തും, ഇവിടെ എന്ത് നമ്മൾ രേഖപ്പെടുത്തും? മാർജിൻ യൂട്ടിലിറ്റി രേഖപ്പെടുത്തും. ഓക്കെ, ഇവിടെ കിട്ടിയില്ലോ. ഇത്രയും സംഭവം അതിനകത്തുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ നമുക്ക് 2 പോയിൻ്റൊക്കെ അവിടെ രേഖപ്പെടുത്താം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ഡയഗ്രമാറ്റിക്കൽ പാർട്ട് ഓഫ് ദിസ് യൂട്ടിലിറ്റി തിയറി. ഇത് പരീക്ഷയ്ക്ക് എസ്സേ ആയിട്ട് ചോദിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി എലാബറേറ്റ് ആയിട്ട് നോക്കുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് വേറെ ഒരു സംശയമില്ലെന്ന് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയുന്നുണ്ടോ? മാർജിനാലിറ്റി ഈസ് ദ സ്ലോപ്പ് വാട്ട് വി ക്യാൻ സേ സ്ലോപ്പ് ഓഫ് മാർജിനാലിറ്റി എന്ന് പറയുന്നത് സ്ലോപ്പാണ്. അത് എന്തിൻ്റെ സ്ലോപ്പാണ്? ടോട്ടൽ യൂട്ടിലിറ്റി സ്ലോപ്പ്. ദി ഇൻക്രീസിങ് സ്റ്റേഷനറി ആൻഡ് ഡിക്ലൈനിങ് പോർഷൻ ഓഫ് ദി ടോട്ടൽ യൂട്ടിലിറ്റി കർവ് റിഫ്ലെക്ട്സ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനാലിറ്റി. വാട്ട് ഈസ് വോയിക്ക്? ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനാലിറ്റി. ശരിയല്ലേ? മാർജിനാലിറ്റി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ സ്ലോപ്പ് നമ്മളോട് കാണിച്ചിരുന്നത്. മാർജിനാലിറ്റി കുറഞ്ഞതാണല്ലോ ഈ സംഭവം. ഈ മാർജിനാലിറ്റി ഓൾറെഡി ഉണ്ടല്ലോ. അപ്പം ഇത് എന്താണ് കാണിക്കുന്നത്? ഇറ്റ് ഈസ് ദ ലോ ഓഫ് വാട്ട് വി ക്യാൻ സേ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മനസ്സിലായില്ല? ഏറ്റവും സാധനം ഓരോ സാധനം നമ്മൾ ഉള്ള യൂണിറ്റ് കഴിക്കും തോറും നമുക്കുള്ള യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമെന്നാണ് ഈ ടോട്ടൽ യൂട്ടിലിറ്റി കർവ് നമ്മളോട് കാണിച്ചിരുന്നത്. ഓക്കെ, ദെൻ സിമിലർലി ദി മാർജിനൽ യൂട്ടിലിറ്റി കർവ് ക്യാൻ ഓൾസോ ബി ഡിറൈവ്ഡ് ഫ്രം ദി ടോട്ടൽ യൂട്ടിലിറ്റി. അപ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി കർവ് എങ്ങനെ കിട്ടുന്നത്? ഇതിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമ്മൾ വരച്ചെടുത്തത്. ശരിയല്ലേ? ഇതിൻ്റെ സ്ലോപ്പിൽ നിന്ന് നമ്മൾ വരച്ചെടുത്തത്. അങ്ങനെ അത് കിട്ടുന്നത്. സോ ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. Then you can see there is a relation between total utility and marginal utility that we are going to explain in the next class. I'm very sorry that a lot of disturbance has occurred in today's class. പക്ഷെ നമുക്ക് ചില ദിവസമൊക്കെ അങ്ങനെ വരും. ഐ എം വെരി സോറി. ഓക്കെ, അപ്പം ക്ലാസ് നിർത്താം. നിങ്ങൾ ക്ലാസ് നിങ്ങൾക്കാണെങ്കിൽ ഒരു തൊട്ടടുത്ത ക്ലാസ്സിൻ്റെ സമയമല്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്തോട്ടെ.